3 മാസം കൊണ്ടൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്ന പ്രൊജക്റ്റ് 3 ദിവസം കൊണ്ടൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ വൈബ് കോഡിങ് ഇറ്റ്സ് എ ഫ്യൂച്ചർ, ഉറപ്പായിട്ടും ഫ്യൂച്ചർ തന്നെയാണ്. പക്ഷേ അതിലേക്ക് വേണ്ട സ്കിൽസ് ഇനിയുണ്ട്. നോർമൽ ഡെവലപ്പേഴ്സ് നമുക്കൊരിക്കലും അവരെ മാറ്റി നിർത്താൻ പറ്റില്ല. കാരണം ഈ തരുന്ന കോഡ് ഇപ്പോൾ ക്ലൗഡ് ഏജൻ്റ് ആയാലും നമ്മൾ കൊടുക്കുമ്പോൾ ഹാലുസിനേറ്റ് ചെയ്യാൻ കുറേ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് ഈ ഏജൻസിനെയൊക്കെ പഠിപ്പിക്കണം എങ്ങനെയാണ് അവർ ചെയ്യേണ്ടതെന്നൊക്കെ. ഇപ്പോൾ ഞാൻ 2-3 വെബ്സൈറ്റൊക്കെ ചെയ്തപ്പോൾ നമ്മൾ വൾണറബിലിറ്റീസ് ഉണ്ടായിരുന്നു, സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടായിരുന്നു. നമ്മുടെ API കീസ്, പാസ്വേഡ്സൊക്കെ പബ്ലിക്കലി അത് പോയി. അപ്പോൾ ആര് വേണമെങ്കിലും ആ കോഡ് ആക്സസ് ചെയ്യുമ്പോൾ അവർക്ക് കാണാൻ പറ്റും ഈസിലി. അപ്പോൾ അതൊക്കെ എങ്ങനെ ബ്രേക്ക് ചെയ്യാം, അങ്ങനത്തെ കുറച്ച് സ്കിൽസൊക്കെ നമുക്ക് പഠിക്കണം. എന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പോൾ വെബ്സൈറ്റ്സൊക്കെ കാണാം നമുക്ക്, അവാർഡ് വിന്നിങ് വെബ്സൈറ്റ്സ്, 3D ആനിമേറ്റഡ് വെബ്സൈറ്റ്സൊക്കെ വൈബ് കോഡിങ് വഴി നമ്മൾ നേരത്തെ 6 മന്ത് കൊണ്ട് ചെയ്യണതൊക്കെ ആൻറ്റി ഗ്രാവിറ്റിയിലും ക്ലൗഡ് കോഡിലൊക്കെ നമുക്കൊരു 3 days മതി അത്രയും നല്ലൊരു പ്രൊഡക്റ്റ് നമുക്ക് അല്ലെങ്കിൽ വെബ്സൈറ്റ്, വെബ് ആപ്പൊക്കെ ഡെവലപ്പ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട്.